ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ തന്നിട്ടുള്ളത് ക്യൂട്ടായിട്ടുള്ളൊരു ആനിവേഴ്സറി കാർഡായിട്ടാണ്. അപ്പോൾ വേഗം തന്നെ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കിയാലോ. ആദ്യം നമുക്ക് വേണ്ടത് കളർ പേപ്പേഴ്സാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ റെഡ് ആൻഡ് ഓഫ് വൈറ്റ് കളറിൽ എടുത്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലെടുക്കാം. അതിനുശേഷം നമുക്കത് ഇതിൽ കാണുന്ന പോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു ഹാർട്ട് ഷേപ്പിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഒന്നും വേണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ആനിവേഴ്സറിക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനുള്ളിൽ വരുന്ന ഹാർട്ടും ഞാൻ ഇതുപോലെ തന്നെ ഉള്ളിൽ കാണുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് കളറിലെ പേപ്പർ എടുത്തിട്ട് 7 സ്ക്വയേഴ്സ് കട്ട് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അത് ഫോൾഡ് ചെയ്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫ്ലവർ ആയിട്ടാണ് കിട്ടുന്നുണ്ടാവുക. നമുക്കിനി ഇതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കി കൊടുക്കാം. ഇനി നമുക്കിങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു പെറ്റൽ നമുക്ക് ഒഴിവാക്കാം. അതിനുശേഷം നമുക്കിങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമ്മൾ ആദ്യം ചെയ്ത് വെച്ച ഹാർട്ട്സ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതിന് ഞാനിവിടെ ഗ്ലൂ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണെങ്കിലും എടുക്കാം. നമുക്കിതൊന്ന് ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ അതിൽ ആക്കി കൊടുക്കുന്നത്. അതിന് മുന്നായിട്ട് നമുക്ക് ഫ്ലവേഴ്സിൽ കുറച്ച് ഡിസൈൻസൊക്കെ കൊടുക്കാം. നമുക്കത് ഓപ്ഷണലാണ്. കുറച്ചും കൂടി ഭംഗി ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് ചെയ്ത് കൊടുത്തത്. നമുക്കിനി അതിനുശേഷം നമുക്കത് സ്റ്റിക്കാക്കി കൊടുക്കാം. ദെൻ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഞാൻ മാർക്ക് ചെയ്ത ആ ഒരു പോർഷനിലാണ് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് 1 by 1 ആയിട്ട് ഞാൻ ആ മാർക്ക് ചെയ്തിട്ടുള്ള പോർഷനിൽ നമുക്കിങ്ങനെ ജോയിൻ ചെയ്തെടുക്കാം. കാണുമ്പോൾ വലിയ ടാസ്ക്കായിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ആനിവേഴ്സറി കാർഡ് വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് കാർഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡബിൾ സൈഡ് ടേപ്പാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഗമ്മോ എന്താണെങ്കിലും നിങ്ങൾക്ക് കംഫർട്ട് അനുസരിച്ച് യൂസ് ചെയ്യാം. എനിക്ക് ഡബിൾ സൈഡ് ടേപ്പാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമുക്കിതിനെ തമ്മിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് ലേസാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്യാം. ഞാനപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ഇത് വെച്ചിട്ട് അറേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ അറേഞ്ച് ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അറേഞ്ച് ചെയ്യാം. ചെറിയ പോളറോയിഡ് ഫോട്ടോസൊക്കെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പേജ് നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.